ആലപ്പുഴയിലേക്ക് വീണ്ടും നമ്മളൊന്ന് തിരിച്ചു പോകുന്നു. അവിടെ ഹരിപ്പാട് ശ്രീവത്സം ടെക്സ്റ്റൈൽസിന്റെ ഗുണ്ടകൾ അശോക് കുമാറിന്റെ ശീതളപാനീയ ഷോപ്പ് തകർത്തു. ഇപ്പോൾ നഗരസഭാധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മനീഷ് മഹിബാൻ അവരോടൊന്ന് ചോദിക്കൂ, നഗരസഭാധികൃതർക്ക് ഈ കൃത്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് അനിൽ മിത്രയാണ്. ഹരിപ്പാട് നഗരസഭയുടെ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ചേട്ടാ, ഇത് പൊളിക്കാനുള്ള എന്തെങ്കിലും അനുമതിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? ശ്രീ അശോകന്റെ കട പൊളിക്കാൻ വേണ്ടി ഒരു നോട്ടീസും ഇതുവരെ കൊടുത്തിട്ടില്ല. അത് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ്. അശോകന് തൊട്ട് അപ്പുറത്തുള്ള കെട്ടിടം അവർ വിലയ്ക്ക് വാങ്ങിച്ചു, അത് പൊളിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷേ അശോകന്റെ സ്വന്തം ഭൂമിയിൽ അരസെന്റ് ഭൂമിയിലിരിക്കുന്ന അവന്റെ ഭൂമിയിലിരിക്കുന്ന കട പൊളിക്കാൻ ആര് അധികാരം കൊടുത്തെന്നാണ് ചോദിക്കുന്നത്. സെക്രട്ടറിക്ക് അങ്ങനെ മുനിസിപ്പൽ കൗൺസിലർ വൈസ് ചെയർമാൻ എന്നുള്ള ഞാൻ അറിഞ്ഞില്ല. ചെയർപേഴ്സൺ ഇന്നലെ ഈ സമരസ്ഥലത്തുണ്ടായിരുന്നു. ബാക്കി 15 കൗൺസിലർമാരുണ്ടായിരുന്നു വിവിധ കക്ഷികളുടെ. ഞങ്ങൾ ആരും ആ കൗൺസിലിൽ അറിഞ്ഞിട്ടില്ല, ഉദ്യോഗസ്ഥരൊട്ട് അറിഞ്ഞിട്ടില്ല, ബാക്കി താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥനും അറിയില്ല. ഇത് സെക്രട്ടറി ഉണ്ടാക്കിയ ഒരു ഇവര് ശ്രീവത്സവമായിട്ട് ചേർന്ന് ഈ മുതലാളിമാരുമായിട്ട് ചേർന്നുള്ള ഒരു പ്രവർത്തനമാണെന്നാണ് ഞങ്ങളുടെ സംശയം. ഇപ്പോൾ ഒരു കെട്ടിടം പൊളിക്കാൻ കൊടുത്തല്ലോ, അതെന്തിനാ പൊളിക്കാൻ? അത് ഇവരുടെ ഈ വഴി മുൻവശം ഓണക്കച്ചവടമാണ്. ഓണത്തിന്റെ സെയിൽ വരുന്നതുകൊണ്ട് ഈ മുൻവശം ഒരു വ്യൂ നഷ്ടപ്പെടുന്നു. പഴയ ഒരു ടെക്സ്റ്റൈൽസ് ആയിരുന്നു. വീണ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന റെഡിയാർ സമുദായത്തിൽപ്പെട്ട ഒരു സമൂഹം ചേരുന്ന വർഷങ്ങളായിട്ടുള്ള ഒരു കടയായിരുന്നു. അപ്പോൾ ആ കട ഇവർ വിലയ്ക്ക് വാങ്ങിച്ച് പിന്നെ അതുകൂടെ പൊളിച്ചു. മുൻവശം അനുമതി ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അശോകൻ ചേട്ടന്റെ ഇതും പൊളിച്ചു. അശോകന്റെ ഇതിലൊപ്പം ഒന്നിട്ടപ്പം ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത് ഒരാളുടെ തലയിൽ ഒരു പാളി വീണ്. ഹരിപ്പാട് ആരുടെയും തല, ഹരിപ്പാട് ഞങ്ങൾ നിരന്തരയിലോ കൂടെ രാവിലെയൊക്കെ നടന്നു പോകുന്നവരാ പൊതുസമൂഹത്തിൽ. നല്ല കെട്ടിടം, അങ്ങനെ ഒരു സംഭവം വീഴാൻ നടന്നു പോകുന്നവരുടെ തലയിൽ വീഴാൻ യാതൊരു വകുപ്പില്ല. അങ്ങനെ ഷെയ്ഡൊന്നും മുന്നോട്ട് നിൽപ്പില്ല. മുന്നോട്ട് ഈ നമ്മുടെ നടപ്പാതയിലേക്ക് ഒരു ഷെയ്ഡ് പോലും അങ്ങനെ നിൽക്കാത്തടത്ത് ഒരു പാളി വന്ന് പറന്നു വന്ന് അയാളുടെ തലയിൽ വീഴുവാണ്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഇവർ തന്നെ കൊടുപ്പിച്ചുകൊണ്ട് ആ റിട്ട് പെറ്റീഷന്റെ ഓർഡറിനനുസരിച്ച് നഗരസഭ ഇത് പൊളിക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അതിന് പൊളിക്കാനുള്ള പെർമിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പൊളിച്ചത്. ഇത് പൊളിക്കുമ്പോഴും നഗരസഭയാണെങ്കിൽ അശോകൻ ചേട്ടന് കൊടുത്തിരിക്കുന്ന പറഞ്ഞിട്ടുള്ളത് മറ്റേ കെട്ടിടം പൊളിക്കാൻ, അശോകൻ ചേട്ടൻ പൊളിക്കാൻ പറഞ്ഞിട്ടില്ല. അശോകൻ എന്നുള്ള പരാമർശമില്ല. അശോകൻ എന്നുള്ള വ്യക്തിയുടെ ഒരു പരാമർശം ആ നോട്ടീസിനകത്ത് വന്നിട്ടില്ല, കോടതിയുടെ ഉത്തരവിനകത്തും ഇല്ല. അതിൽ ആളുകളെ ശ്രീവത്സത്തിന്റെ ഏജന്റായി നിൽക്കുന്ന ചേറായി ഷാജി എന്ന ആളും അയാളുടെ ഡ്രൈവറും ചേർന്നിട്ടാണ് ഇതിപ്പോ ഈ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അയാളുടെ ഡ്രൈവറിന്റെ തലയിൽ കല്ല് വീണു എന്ന് പറഞ്ഞിട്ടാണ് നഗരസഭയിലും ഹൈക്കോടതിയിലും പരാതിക്ക് പോയിട്ടുള്ളത്. അത് ഹരിപ്പാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണ്. ഇപ്പോൾ കേരളത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത ഒരു നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുള്ള രീതിയിലാണ് ഒരു പാതിരാത്രിക്ക് ഒരാളുടെ ഉപജീവന മാർഗമായിട്ടുള്ള കട JCB കൊണ്ടുവന്ന് പൊളിക്കുന്ന ഒരു സാഹചര്യം. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അശോകൻ എന്ന ഈ വ്യക്തിയുടെ അജ്ഞതയാണ്. അയാൾക്ക് ഇതിനെക്കുറിച്ച് വലിയ നിയമപരമായിട്ടുള്ള അറിവൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം അയാളെ അതിലേക്ക് കുടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു പൊളിക്കുന്ന സംഭവത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം പിന്നെ ഞങ്ങൾ ശക്തമായി ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും വ്യത്യാസമില്ല. ഇന്നലെ തന്നെ DYFIയും യൂത്ത് കോൺഗ്രസും എല്ലാം ചേർന്ന് ഇവിടെ തന്നെ കട സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിന് ചർച്ചയ്ക്ക് അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നത് വരെ ഈ കട തുറപ്പിക്കാനോ ശ്രീവത്സം തുറപ്പിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ നമ്മൾ അദ്ദേഹത്തിന്റെ കട ഇവിടെ നടത്താനുള്ള ഒരു ടാർപ്പ് വിരിച്ചുകൊണ്ട് താൽക്കാലിക സംവിധാനം ചെയ്തു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീവത്സം അടപ്പിച്ചാണ് ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു രാഷ്ട്രീയ കക്ഷികളുമല്ല, എല്ലാവരും ചേർന്നുണ്ടായിരുന്നു. അതിനകത്ത് യുവജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി DYFI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുവരെ ഇത് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ വാർഡിലെ കൗൺസിലർ കൂടിയുണ്ട്. ഈ വിഷയം നേരത്തെ തന്നെ ചേട്ടൻ അറിയാമായിരുന്നു. ഈ വിഷയം ഇന്നലെ രാവിലെയാണ് അശോകൻ ചേട്ടൻ എന്നെയാണെങ്കിൽ ധരിപ്പിക്കുന്നത്. ഞാൻ ഉടനെ തന്നെയാണെങ്കിൽ ഞാൻ ഇവിടേക്ക് എത്തിയതിന് ശേഷമാണെങ്കിൽ ഞാൻ ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ മാനേജരോട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് മാനേജർ എന്നോട് വളരെ ധിക്കാരപരമായ രീതിയിലാണ്, കുറെ ഗുണ്ടകളോടെ ചേർന്നുകൊണ്ടാണെങ്കിൽ താൻ ആരാണ് എന്നുള്ള രീതിയിലാണ് എന്നോട് പെരുമാറിയത്. ഞാൻ പറഞ്ഞ് നിങ്ങളാണെങ്കിൽ 2 കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അശോകൻ ചേട്ടന്റെ അനുവാദമില്ലാതെ അശോകൻ ചേട്ടന്റെ പ്രോപ്പർട്ടിയിൽ നിന്നിരുന്ന സ്ഥാപനം പൊളിച്ചു മാറ്റിയിരിക്കുന്നു. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വഴി തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണെങ്കിൽ ഈ ഫുട്പാത്ത് ഉൾപ്പെടെയാണെങ്കിൽ നിങ്ങൾ പൊളിച്ച വേസ്റ്റ് ഉൾപ്പെടെ ഫുട്പാത്തിൽ കിടക്കുകയാണ്. ഈ ഫുട്പാത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് PDP ആക്ട് ഉൾപ്പെടെയാണെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കുന്ന നിരോധന നിയമം ഉൾപ്പെടെയാണെങ്കിൽ എടുത്തുകൊണ്ടാണെങ്കിൽ കേസെടുക്കത്തക്ക രീതിയിലുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തത് എന്ന് പറഞ്ഞു. അതിനകത്തിലാണെങ്കിൽ ഈ പറയുന്ന ഇവർക്ക് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് രാത്രിയുടെ മറവിലാണെങ്കിൽ JCB ഉപയോഗിച്ചുകൊണ്ട് ഇത് പൊളിക്കാൻ നേതൃത്വം കൊടുത്ത ചേറായി ഷാജി എന്ന് പറയുന്നയാൾ പറഞ്ഞത്,
അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് ഞങ്ങൾ രാത്രിയിലാണെങ്കിൽ ഒരു JCB ഉപയോഗിച്ചുകൊണ്ട് JCBയുടെ ബക്കറ്റ് തൊട്ടപ്പോഴത്തേക്കും എല്ലാം കൂടി ഇടിഞ്ഞു വീഴുകയായിരുന്നു ചെയ്തത്. യഥാർത്ഥത്തിലാണെങ്കിൽ അവർ JCB ഉപയോഗിച്ചുകൊണ്ട് JCBയുടെ ബക്കറ്റ് ഉപയോഗിച്ച് ബക്കറ്റ് തൊട്ടപ്പം വീണു എന്ന് അവർ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതായിട്ടാണെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചില CPM-ന്റെ നേതാക്കൾ കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയം ശ്രദ്ധയപ്പെട്ടു. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയിൽ ഇവരെല്ലാം ഇപ്പൊ തന്നെ സംസാരിച്ച് കാണുമല്ലോ. ഇതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ഹരിപ്പാട്ടെ മുഴുവൻ ജനപ്രതിനിധികൾ, നഗരസഭാ കൌൺസിലർമാരെല്ലാവരും ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, നഗരസഭയുടെ വൈസ് ചെയർമാൻ ഉണ്ട്, ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഒരു വ്യക്തി ഇതിലെ നടന്നു പോയപ്പോ അയാളുടെ ഇനി അടുത്ത നീക്കം എന്താണ്? ഈ പാവപ്പെട്ട ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തതിനകത്ത് 427 മാത്രം മിസ്ചീഫ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഒരാളുടെ കടയിൽ നിന്ന് FIR-നകത്ത് എഴുതിയിരിക്കുന്നു 3.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. 3.5 ലക്ഷം രൂപ നഷ്ടപ്പെടുമ്പോൾ അതിനകത്ത് മോഷണം ഇടണ്ടേ? പഴയ 380 പുതിയ BNS പ്രകാരം 305 സെഷൻ ഇട്ട് കേസെടുക്കണം. ഇപ്പൊ പ്രതിക്ക് ജാമ്യം കിട്ടി പോണമെന്നുള്ള തരത്തിലാണ് ഹരിപ്പാട്ടെ പോലീസ് ഇതിനകത്ത്. പോലീസ് ഇന്നലെ സമ്മർദ്ദം ഉണ്ടായപ്പോൾ കേസെടുത്തു. ചർച്ച ചെയ്യാൻ വേണ്ടി പോലീസ് സമീപനം സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ സ്ഥലം കൂടിയായിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടലൊക്കെ വന്നതിന് പോലീസ് ശക്തമായിട്ടൊക്കെ നിന്ന് കേസെടുത്തു എന്ന് പറയുമ്പോൾ എല്ലാവരെയും പറ്റിക്കുന്ന സമീപനം അതിനകത്ത് സ്വീകരിക്കുകയാണ്. പൈസ നഷ്ടപ്പെട്ടാൽ മോഷണത്തിന്റെ സെഷൻ ഇടണ്ടേ? 380 ഇടേണ്ടതിന് പകരം 427 മിസ്റ്റീഫ് മാത്രം ഇടുക. അത് പ്രതിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിക്ക് സഹായകരമായിട്ടുള്ള സ്റ്റാൻഡ്. എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ സ്ഥാപനം നശിപ്പിക്കാൻ മാത്രം അശോകൻ ചേട്ടനെ ആ നടക്കുന്ന കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ. ആ ചേട്ടനോട് പറയൂ. ഇപ്പം എല്ലാവരും DYFI-യും യൂത്ത് കോൺഗ്രസും CPM-ഉം എല്ലാ പാർട്ടിക്കാരും അവിടെയുള്ള മുഴുവൻ ആളുകളും ഹരിപ്പാട്ടെ പൗരസമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങും എന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ലേ ഇപ്പോൾ മനീഷ് മഹിവാൽ അവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്? അതെ. ഇവിടെ അങ്ങനെ കക്ഷി രാഷ്ട്രീയമില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, DYFI-യുടെ പ്രവർത്തകരുണ്ട്, ഇവിടെയുള്ള സാധാരണക്കാരെല്ലാവരും ഉണ്ട്. കാരണം വർഷങ്ങൾ അപ്പൂപ്പൻ കാലം തൊട്ടേ ഇവിടുത്തെ ശീതളപാനീയം കുടിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നീതിയല്ല, ഒരു സാധാരണക്കാരായ മനുഷ്യനോട് അദ്ദേഹത്തോട് ചെയ്ത ഏറ്റവും നീതി നിഷേധം അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഇല്ല, അതായത് അദ്ദേഹത്തിന്റെ വരുമാന മാർഗം അടക്കം ഇല്ലാതാകുന്ന രീതിയാണ്. അപ്പൊ അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. ഇവിടെ എന്താണെങ്കിലും ഈ കട ശ്രീവത്സം എന്ന കട ഇന്ന് തുറപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവിടെ എത്തിയ യൂത്ത് കോൺഗ്രസിന്റെയും DYFI നേതാക്കളുടെയും തീരുമാനം. അപ്പൊ താൽക്കാലികമായിട്ട് ആ കട നിർമ്മിക്കുന്നതിന് ഒരുപാട് പേര് സഹായവുമായിട്ട് വരുന്നുണ്ട്. അശോകൻ ചേട്ടന് താല്പര്യമാണെങ്കിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസും DYFI-കാരും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായം കൂടി നമുക്ക് വേണമെങ്കിൽ ഒപ്പിച്ചു കൊടുക്കാം. ആ ചേട്ടന്റെ കട എത്രയും പെട്ടെന്ന് അവിടെ ഉയരണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതാണ് നാട്ടുകാർ ചെയ്തു കൊടുക്കേണ്ടത്. ആ പൗരസമൂഹം അതിനവർ തയ്യാറാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് മനീഷ് മഹിവാൽ? അതെ അരുൺകുമാർ, പൂർണ്ണ പിന്തുണയോടെ ഇവിടെയുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ അദ്ദേഹത്തിന് കട നിർമ്മിക്കുന്നത് വരെ ഇവിടെ ഒരു ടാർപ്പാളും കെട്ടി, അതായത് ഇവിടെ ഒരു ടാർപ്പാളും കെട്ടി അദ്ദേഹത്തിന് കട നിർമ്മിക്കാൻ, അതാണ് നമ്മൾ ഈ കാണുന്നത്, ഈ തട്ട് കെട്ടി, അതായത് ഈ കടയ്ക്ക് പകരം ഇവിടെ ഈ തട്ട് കെട്ടി ഇവിടെ ഈ സോഡ നാരങ്ങ അടക്കമുള്ള കാര്യങ്ങൾ, അതാണ് അദ്ദേഹത്തിന്റെ കട. ഈ സോഡ നാരങ്ങയ്ക്കാണ് ഇവിടെ ഏറ്റവും വലിയ ഡിമാൻഡ്. ഇവിടെ ആളുകൾ ഒരുപക്ഷെ ഈ ശ്രീവത്സം എന്ന കടയേക്കാൾ ഉപരി ആളുകൾ കൂടുതൽ എത്തുന്നത് ഈ കടയിലെത്തിയാണ് ആ ആളുകൾ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ കട പ്രവർത്തിക്കുന്നത് ശ്രീവത്സത്തിന് മുൻപിൽ ഈ കട പ്രവർത്തിക്കും. ഇങ്ങനെ ഒരു കട പൊളിച്ചത് അത് തിരിച്ചു കെട്ടി കൊടുക്കുന്നതുവരെ അതുവരെയും ശ്രീവത്സം എന്ന കട തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി DYFI, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, CPM പ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തി അശോകൻ എന്ന സാധാരണക്കാരന്, പാവപ്പെട്ടവന് പൂർണ്ണമായ പിന്തുണയാണ് നൽകുന്നത്. അതാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മനുഷ്യരായിട്ടോ. അപ്പോൾ അത് നമ്മൾ കൈയിടി ഹരിപ്പാട്ടെ പൗരസമൂഹത്തിന്. അവര് രാഷ്ട്രീയ ഭേദം ഇല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാരും DYFI-കാരും CPM-കാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് ഹരിപ്പാട്ടുകാരായി അശോകൻ ചേട്ടനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇനി ശ്രീവത്സൻ ചേട്ടന്റെ കച്ചവടം നടക്കുന്നു കാണണം എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലം അശോകൻ ചേട്ടന്റെ കച്ചവടം തുടങ്ങിയിട്ട് മതി ശ്രീവത്സൻ ചേട്ടന്റെ കച്ചവടം. രാത്രിയിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് നമ്മുടെ അശോകൻ ചേട്ടന്റെ കട തകർത്തതല്ലേ നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇതിന്റെ പേരിൽ ഏതെങ്കിലും കടയിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ പണി ചെയ്യാൻ കൂട്ടുനിന്നുണ്ടെങ്കിൽ അവരെ പിന്നെ നാട്ടുകാരെടുത്തോളൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഹരിപ്പാട്ടുകാർ കണ്ടല്ലോ, ഇതാണ് ഒരു നാട് ഒരു ചെറുപ്പക്കാരന് നീതി കൊടുക്കുന്നു എന്ന് പറയുന്നത്. പോലീസ് സംവിധാനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് അങ്ങും ഈ വിഷയത്തിൽ ഇടപെടണം, അങ്ങയുടെ മണ്ഡലത്തിലുണ്ടാവും, അങ്ങും ഒരുപക്ഷെ പോയപ്പോഴൊക്കെ ഈ ശീതളപാനീയം കുടിച്ചിട്ടുണ്ടാവും, ഈ നാരങ്ങ സോഡ. അപ്പം ആ കട പുനഃസ്ഥാപിക്കുന്നത് വരെ അങ്ങയുടെയും ഒരു ശ്രദ്ധ എവിടെ ഉണ്ടാവണം. കാര്യം ഒരു സാധാരണക്കാരന് വേദനിച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനും വേദനിക്കണം. എങ്കിൽ മാത്രമേ ആ സാധാരണക്കാരന് നീതി കിട്ടൂ. ഇപ്പോൾ സമൂഹം ഇറങ്ങി വരുന്നു ഒറ്റക്കെട്ടായി. അപ്പോൾ ശ്രീവത്സൻ ചേട്ടാ,
അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഗുണ്ടകളെ ഇറക്കി ഇനി വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഹരിപ്പാടുകാർ നോക്കിക്കോളും.